രാജ്യസഭാ അംഗം, മാധ്യമപ്രവർത്തകൻ, മികച്ച വാഗ്മി, കൂടുതൽ വിശേഷണങ്ങൾക്ക് മുതിരുന്നില്ല ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ് ഇത്തവണ Q18. നമസ്കാരം സാർ. നമസ്കാരം. പാർലമെന്ററി ജനാധിപത്യം, ആ ഒരു വാക്കിന് സ്പേസ് ഇനിയില്ല എന്ന ചോദ്യം കൊണ്ട് തുടങ്ങട്ടെ. ആദ്യം സ്പേസ് ഇങ്ങനെ കുറഞ്ഞു വരിക, അതെനിക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു നേരത്തെ എൻ്റെ മാധ്യമപ്രവർത്തനം വിശേഷിപ്പിച്ചുകൊണ്ട് എൻ്റെ ഇന്നിങ്സ് തുടങ്ങിയത് തരത്തിൽ ഡൽഹി വെച്ചിട്ടാണ് മാധ്യമപ്രവർത്തകൻ്റെ. ആ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഫീലുണ്ടായിരുന്നു. ഇന്ത്യൻ ഡെമോക്രസി, പാർലമെൻ്ററി ഡെമോക്രസി, ഭയങ്കര അതിൻ്റെ ഒരു നൈതികം. പക്ഷേ ഇപ്പോൾ ഞാൻ MP ആയപ്പോൾ ഞാൻ അന്ന് കണ്ട പാർലമെൻറ്റിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഇന്നത്തെ പാർലമെൻറ്റെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വല്ലാതെ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്പേസ് പോയി ഞാൻ പറയില്ല, കുറഞ്ഞ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അല്ലെങ്കിൽ പറയേണ്ട സ്ഥിതിയില്ല എന്നൊരു സ്വേച്ഛാധിപത്യ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുകൂടിയാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരുമാണ്. പക്ഷെ അങ്ങനെ ഒരു വിധേയത്വോ കടപ്പാടോ അക്കൗണ്ടബിലിറ്റിയോ ഇന്ന് ഉണ്ട് എന്ന് അവർ തന്നെ പറയില്ല. അതൊരു മോശപ്പെട്ട കാര്യം പോലെയാണ് അവർ കാണുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ എത്രയോ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു. സഭയിൽ വന്ന് ഇരിക്കും, നമുക്ക് തന്നെ ഒരു എന്താ പറയേണ്ട ഒരു ആനന്ദമാണ്. പ്രധാനമന്ത്രിമാരിങ്ങനെ സഭയിലിരുന്ന് ചെറിയ അംഗങ്ങൾ, ചെറിയ ഉദ്ദേശിക്കുന്ന ജൂനിയർ അംഗങ്ങൾ പോലും ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്രയോ മഹത്തായ രാജ്യമാണ്, ഇതൊക്കെയല്ലേ ജനാധിപത്യം എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ അതിപ്പോൾ ഇല്ല, അത് അപ്രത്യക്ഷമായിരിക്കുന്നു, അസ്തമിച്ചിരിക്കുന്നു. എനിക്കൊന്ന് 17-ാം ലോകസഭയിൽ 5 വർഷത്തെ കാലയളവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷത്തിനുമില്ലേ ഇപ്പോൾ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കഴിവില്ലായ്മ? അത് പ്രതിപക്ഷത്തിനുമില്ലേ, അതൊരു ഭയമാണോ? അല്ല, പ്രതിപക്ഷത്തെ എല്ലാവർക്കും ആ ഒരു ഭയമില്ല. ഞാനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ ജനറലൈസ് ചെയ്ത്. അതെ. പക്ഷേ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന വലിയ വലിയ മഹാരഥന്മാർ, പ്രതിപക്ഷത്തുള്ള ആൾക്കാർ, അവരൊക്കെ ഒരുപക്ഷെ ധൈര്യത്തോടെ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ച ചില നിലപാടുകളൊക്കെ പലപ്പോഴും ഇല്ലാതെ പോകുമ്പോൾ നമുക്കെല്ലാം വലിയൊരു വിഷമമാണ്. ഈ ഭരണപക്ഷത്തുള്ളവർക്ക് എങ്ങനെയാണ്? അവർക്കും വല്ലാത്തൊരു വിധേയത്വമാണോ, അതൊരു ഭയമാണോ സർക്കാരിനോട്? ഇതൊരു ജനാധിപത്യ ബോധം അതിനകത്ത് പ്രവർത്തിക്കും. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ, പാർലമെൻറ്റിൽ നമ്മൾ ശക്തമായിട്ട് കാര്യങ്ങൾ പറയും. പക്ഷേ ഐ ഹാവ് ബെസ്റ്റ് ഓഫ് റിലേഷൻസ് വിത്ത് എവരിബഡി. ഞാൻ മനസ്സിലാക്കിയത് ഈ ഭരണപക്ഷത്തുള്ള ഭൂരിപക്ഷം ആൾക്കാരും അസംതൃപ്തരാണ്. അവർക്കൊരു ഭയമുണ്ട്, അവർക്കും ഇങ്ങനെയല്ല കാര്യങ്ങൾ നടക്കേണ്ടതെന്നൊരു തോന്നലുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയിൽ അതിനോട് പ്രതികരിക്കാൻ ഉള്ളൊരു ശേഷി. ആ ഭയം എന്ന് പറയുന്നത് 1-2 പേരിൽ മാത്രം സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം BJP എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. അത് പ്രത്യേകിച്ച് ഇപ്പോൾ പത്രങ്ങൾ എഴുതുകയോ പറയുകയോ എന്നുള്ളതല്ല, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആരാണ് ഏറ്റവും ശക്തനെന്നുള്ളത് നമുക്കൊരു ഓഫീസിൽ എത്തുമ്പോൾ മനസ്സിലാവില്ല. പാർലമെൻറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആരാണ് ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാവും. എന്താ കാരണത്തിൽ പ്രധാനമന്ത്രി വരുമ്പോഴുള്ളൊരു ബോഡി ലാംഗ്വേജും അമിത്ഷാ വരുമ്പോഴൊരു ബോഡി ലാംഗ്വേജും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള കുറച്ചുപേരെ മാറ്റി നിർത്താം, അതെത്ര കാലത്തൊക്കെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും സഭയിൽ ഇനി ചോദ്യങ്ങൾ വേണം, ചോദ്യങ്ങൾ ചോദിക്കാണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ഒരു ഭയം കൂടി ഉണ്ടോ? വളരെ ഒരുപക്ഷെ 2024 ഇലക്ഷൻ കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യം ഇതുപോലെ ഉണ്ടാകുമെന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. പലരും ഇനിയൊരു ഇലക്ഷൻ ഉണ്ടാകുമെന്ന് പോലും ആശങ്കപ്പെടുന്ന ആൾക്കാരുണ്ട് 2024 കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ അത് ബേസിക് സംഭവം എന്ന് വെച്ചാൽ അത് നമ്മുടെ പല ആൾക്കാർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. ഒരുപക്ഷെ രാഷ്ട്രീയം ഹൃദ്യമാക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് യഥാർത്ഥത്തിൽ ഡെമോക്രസി നിൽക്കുന്നത്, സ്ഥാപനങ്ങളില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്ന പാർലമെൻറ്റാണ്. പിന്നെ വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, കോടതി, മീഡിയ, ഇലക്ഷൻ കമ്മീഷൻ, CAG, ഇതൊക്കെ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾ വൈബ്രൻ്റായി നിൽക്കുമ്പോൾ മാത്രമാണ് ഡെമോക്രസി ഉള്ളത്. ഇപ്പം മീഡിയ തളർന്നു കഴിഞ്ഞാൽ അതും ഡെമോക്രസിയെ ബാധിക്കും. ഞാനെപ്പോഴും എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രതിപക്ഷം തളർന്നാൽ ഏറ്റവും കൂടുതൽ ആപത്ത് മീഡിയയ്ക്കാണ്. നിങ്ങൾ വിചാരിക്കും പ്രതിപക്ഷം തളർന്നത് പ്രശ്നമില്ലാന്ന്. പ്രതിപക്ഷം തളരുന്നതോടുകൂടിയിട്ട് മീഡിയയും തളരും. തുറന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തുറന്ന പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ എവിടെയെങ്കിലും
ഒരു ഭയത്തിൻ്റെ അംശമുണ്ടോ? ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഉപരാഷ്ട്രപതി ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ്സിലോ ലേഖനം എഴുതിയ ഒരു നോട്ടീസ് അയച്ച സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്നവർ മുഴുവൻ ഒന്നില്ലെങ്കിൽ അടിക്കുള്ളിലേക്ക് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കേസിൻ്റെ ഇതിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും പാർലമെന്റിലെ മറ്റ് സുഹൃത്തുക്കളും ആ പ്രസംഗങ്ങളൊക്കെ കഴിയുമ്പോൾ എന്താണ് പറയാറ്? പലരും എന്നെ ജാഗ്രതപ്പെടുത്താറുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ പലരും, BJP ചില ആൾക്കാരും പറയാറുണ്ട്, പക്ഷെ നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് മറവും തിരുവൊന്നുമില്ല, പിന്നെ അങ്ങനെ മടിയിൽ കനവുമില്ല. ഇതൊക്കെ പറയാൻ പറ്റുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ MP ആയിട്ട് നിൽക്കുന്നത്? കേരളത്തിൻ്റെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള മതനിരപേക്ഷ അന്തരീക്ഷത്തിൻ്റെ ഉൽപ്പന്നമല്ലേ ഞാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബെനഫിഷ്യറി ആയിട്ടുള്ള ഗുണഭോക്താവ് ആയിട്ടുള്ള ഞാൻ അവിടെ പോയിട്ട് ഞാൻ കണ്ടിട്ട് വിദ്യ നടത്തി അല്ലെങ്കിൽ ഒരു കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ ഒരു പ്രസക്തിയുള്ളത്? അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ. ഈ പ്രസംഗങ്ങളുടെ വരുമ്പോൾ എപ്പോഴും കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പ്രസംഗങ്ങളിലേക്കും, അതായത് നമ്മളൊരു പോരാട്ടം നടത്തുന്നത് പോലെയാണ് ആ പ്രസംഗങ്ങൾ നടത്തുന്നത്. അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. ഇതാ കേരളത്തിന്റെ ഒരു സ്ട്രഗിൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് പോരാട്ടമാണ്, വലിയൊരു പോരാട്ടമാണ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കാത്തൊരു പോരാട്ടമാണ്. എന്താ കാരണം വെച്ചാൽ ആ പോരാടാനൊരു കാരണം എന്ന് വെച്ചാൽ കേരളം പ്രസരിപ്പിക്കുന്ന ഒരു ആശയത്തെയാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കേന്ദ്രഭരണം എതിർക്കുന്നത്. ആ ആശയം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാഹോദര്യം, നമ്മുടെ മതനിരപേക്ഷത, നമ്മുടെ സാമൂഹിക സൂചകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ വലിയൊരു വികാരവായ്പ്, ഇതെല്ലാം നമ്മുടെ ഒരു ആകത്തുകയാണ്. അപ്പോൾ ഈ ഒരു ആകത്തുകയ്ക്കെതിരെയാണ് യഥാർത്ഥത്തിൽ വലിയൊരു അസോൾട്ട് നടക്കുന്നത്. അത് ഞാൻ മാത്രം പറയണതല്ല, ഇപ്പം അമിത്ഷാ തന്നെയല്ലേ പറയുന്നത്. അമിത്ഷാ പല പത്രപ്രവർത്തകരുമായിട്ടുള്ള അനൗപചാരികമായി കൂടിക്കാഴ്ച പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വലിയ ഈ ഉത്തർപ്രദേശ് കിട്ടുന്നതിനേക്കാളും എനിക്ക് സന്തോഷം കേരളം കിട്ടുന്നതാണ്. കേരളത്തെക്കാളും 5 മടങ്ങ് വലുതല്ലേ UP, 80 ലോക്സഭാ സീറ്റുകൾ, ഇവിടെ 20 ലോക്സഭാ സീറ്റുകൾ. അപ്പം BJP പോലും യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് കേരളത്തിൽ ഒരു ചുവടുറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. കേരളത്തിനൊരു പടച്ചട്ട അണിയുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കേരളം ശരിക്കും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. 100% കേരളം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് വെച്ചാൽ, ഒന്ന് കേരള മോഡൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ BJPക്ക് വലിയ പ്രതിസന്ധിയാണ്. എന്ന കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു പങ്ക് ഡൽഹിയിലായതുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലായതുകൊണ്ട് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു ചെറിയൊരു പ്രദേശമാണെങ്കിൽ പോലും നമ്മുടെ ഒരു എന്താ പറയുക, ആ ചെറിയ പ്രദേശത്തിൻ്റെ പരിധിയുടെ എത്രയോ മടങ്ങാണ് നമ്മുടെ ഒരു ആശയപരമായിട്ടുള്ളൊരു സ്വാധീനം. ഇപ്പം മുംബൈയിലോ ഡൽഹിയിലൊക്കെയുള്ള ഒരുപാട് നോൺ മലയാളീസ് പോലും അവരെ ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പ്രസരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു എന്താ പറയുക, ആ വിസ്തൃതിയുടെ 10 മടങ്ങായിട്ടുള്ള ഒരു ആശയ പ്രപഞ്ചമുണ്ട്. അത് BJPക്ക് വലിയ പ്രശ്നമാണ്. ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എല്ലാ പരിമിതികളും കോൺഗ്രസിനുണ്ടെങ്കിലും ചിലയിടത്തൊക്കെ ഊർജ്ജമാകാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല, രാഹുലിന്റെ പ്രസംഗങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടില്ലേ? അതങ്ങനെ തോന്നാറില്ല. രാഹുലിൻ്റെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പം പലപ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹം അനാവശ്യമായ അവഹേളനത്തിന് ഇരയാകുന്നു എന്നുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിക്കാറുമുണ്ട്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയും എനിക്ക് ഉണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് യഥാർത്ഥത്തിൽ ഇത്രയും ചെയ്താൽ മതിയോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇത്രയും ചെയ്താൽ മതിയോ എന്നുള്ളത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷെർക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി. പിന്നെ പാർലമെൻറ്റിലൊക്കെ യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് പോലുള്ളൊരു വേദി പരിപൂർണമായി ഉപയോഗിക്കണ്ടേ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടുള്ള എനിക്ക് പരാതി എന്താ വെച്ചാൽ, പലപ്പോഴും അദ്ദേഹം വരുന്നു, അദ്ദേഹം സംസാരിക്കുന്നത് ഇറങ്ങിപ്പോകുന്നു. അവിടെ നിന്ന് പൊരുതണ്ടേ? അല്ലാതെ അദ്ദേഹത്തിന് പറയാനുള്ള എന്തെങ്കിലും 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസിന്റെ സ്ഥിതി ഇതായ സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നു. ഇന്ത്യ മുന്നണി വീഴുന്നു, വീണ്ടും പിച്ചവെച്ച് നടക്കുന്നു, വീണ്ടും പതറി വീഴുന്നു, വീണ്ടും പിച്ചവെച്ച് നടക്കുന്നു. എന്ത് പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ 2024? വളരെ ദുഷ്കരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഡിഫിക്കൽട്ട് ടൈംസിൽ നമ്മുടെ ചുവടുവെപ്പുകളും വളരെ ഡിഫിക്കൽട്ടാവും. ഇതിപ്പോൾ ആരോ പറഞ്ഞ പോലെ ഇത് വളരെ ലളിതമാണ് എല്ലാ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ഒരുപാട് ആശങ്കയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ TDP ആയിട്ടുള്ള BJPയുടെ സഖ്യം, BJD ആയിട്ടുള്ള BJPയുടെ സഖ്യം, BJP. പക്ഷെ അതേ സമയത്ത് എനിക്ക് ചെറിയ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് പറയുന്നത് അത് വെറുതെ ഒരു വ്യാമോഹം സൃഷ്ടിക്കലല്ല. സാധാരണ ജനതയുടെ മുകളിൽ, അവരുടെ റെസിലിയൻസിൻ്റെ മുകളിൽ എനിക്കൊരു ഫെയ്ത്ത് ഉണ്ട്. ഇത്രയൊക്കെ ആരവം ഉണ്ടാക്കിയിട്ടും ഭൂരിപക്ഷം ജനങ്ങളും BJPക്കെതിരെയല്ലേ വോട്ട് ചെയ്തത്.
ഇപ്പോൾ 37% വോട്ട് ചെയ്തിട്ടുള്ളൂ. 63% പേര് ഇപ്പുറത്തല്ലേ വോട്ട് ചെയ്ത്, BJPക്കല്ലേ വോട്ട് ചെയ്ത്. വോട്ട് ചെയ്യാത്തൊരു വിഭാഗം കൂടി എടുത്തു കഴിഞ്ഞാൽ അതിലും കൂടുതൽ ബഹുഭൂരിപക്ഷവും BJP വിരുദ്ധരായിരിക്കില്ലേ. അപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ 2019 ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പുൽവാമ, മറ്റ് ആ വിഷയങ്ങളൊക്കെ ഉയർത്തി വ്യാജമായ ഒരു ഹൈപ്പർ നാഷണലിസം സൃഷ്ടിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു തരംഗമല്ലേ. ഇപ്പോൾ അതിന് പകരം എന്ത് ചെയ്തു? ഒരു അയോധ്യ കൊണ്ടുവന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കാവുന്ന ഒരു ഹിസ്റ്റീരിയയെ മാത്രമാണ് BJP സഹായിക്കുന്നത്. അപ്പോൾ ഒരു സുബോധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ തിരിച്ചു കൊണ്ടുവന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ രീതിയിലുള്ള സംഭാവന ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ജനങ്ങളുടെ നിലപാടിൽ ഒരു വിശ്വാസമുണ്ട്. ഉദാഹരണം നമ്മൾ ഈ അമേരിക്കൻ ഇലക്ഷൻ കൈകാര്യം ചെയ്യുമ്പോൾ സ്വിംഗ് സ്റ്റേറ്റ്സ് ഒക്കെ പറയുന്ന പോലെ ബീഹാർ, മഹാരാഷ്ട്ര ഇതൊക്കെ സ്വിംഗ് സ്റ്റേറ്റ്സ് ആണ്. എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റും. അതെ, പശ്ചിമ ബംഗാൾ അടക്കമുള്ള അതെ അങ്ങനെ ഒരു പ്രകടനം അത് കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അതിലൊരു പ്രതീക്ഷ ഉദാഹരണം പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ BJP ഓളം സൃഷ്ടിക്കുന്ന ഉത്തരേന്ത്യയിൽ സാച്ചുറേഷനാണ്. ഇപ്പോൾ മധ്യപ്രദേശിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത്. രാജസ്ഥാനിൽ പൂർണ്ണമായിട്ടും BJPക്ക് കിട്ടി. ആ ഉത്തരേന്ത്യൻ ബെൽറ്റ് മുഴുവൻ അവർ സ്വീപ്പ് ചെയ്തതാണ്. അപ്പം ആ സ്വീപ്പിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് പോകാൻ പറ്റും. അതേപോലെ ബീഹാറിലും മഹാരാഷ്ട്രയിലും വലിയ വിജയം നേടിയതാണ് BJP സഖ്യകക്ഷികൾ. അതെങ്ങോട്ട് വളരാൻ പറ്റും? വളരേണ്ട തരത്തിൽ സൗത്തിലേക്കാണ്. സൗത്തിൽ കർണാടകയിൽ 28 സീറ്റിൽ 25 കിട്ടിയ BJPക്ക് അത്രയും സീറ്റ് കിട്ടുമെന്ന് BJPക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഗൗഡയുടെ പുറകെ നടക്കുന്നത്. അഴിമതിയുടെ മകുടോദാഹരണമാണ് ഗൗഡ എന്ന് വിശേഷിപ്പിച്ചവരാണ്. ഉദാഹരണം പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഇപ്പം അജിത് പവാറിനെയാണ് കൂട്ടിയിരിക്കുന്നത്. നാച്ചുറലി കറപ്റ്റ് പാർട്ടി, NCPയുടെ ഫുൾ ഫോം പ്രധാനമന്ത്രി പറഞ്ഞത് നാച്ചുറലി കറപ്റ്റ് പാർട്ടി. ആ നാച്ചുറലി കറപ്റ്റ് പാർട്ടിയെ BJP എന്നുള്ള വാഷിംഗ് മെഷീനിലേക്ക് പിടിച്ചിട്ടിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ BJPയെ പ്രേരിപ്പിക്കുന്നത് ഉള്ളിലുള്ളൊരു പരിഭ്രാന്തിയാണ്. ആ പരിഭ്രാന്തി എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയൊന്നും അങ്ങനെയൊന്നും ഇത് എടുക്കാൻ പറ്റില്ല. ഇതിനേക്കാളും വലിയ തിളക്കമുണ്ടായിരുന്ന സമയത്ത് പോലും പല കക്ഷിയെയും കൈയൊഴിഞ്ഞ ഒരു പാരമ്പര്യം പശ്ചാത്തലം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് BJPക്കുണ്ട്. അതുകൊണ്ടാണ് ഈ പരിഭ്രാന്തി പോകുന്നത്. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം തോട്ടിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി പിടിയിൽ. കൊല്ലപ്പെട്ടത് വാളൂർ കുറുങ്കുടി സ്വദേശി അനു. കവർച്ചാ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് പോലീസ്. തിരുവനന്തപുരം മണ്ഡപത്തിന് സമീപം വാഹനാപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ 3 സ്കൂട്ടറുകൾ ഇടിച്ചാണ് അപകടം. വാഹനം ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയോടി. വാഹനത്തിൽ നിന്ന് മദ്യം കണ്ടെത്തിയതായി പോലീസ്. പാലക്കാടും കൊല്ലത്തും താപനില ഉയർന്നു തന്നെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 2 ജില്ലകളിലും ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴയിലും കോഴിക്കോടും ഉയർന്ന താപനില 38 ഡിഗ്രി വരെ എത്താനും സാധ്യത. മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് 3 പേർക്ക് വെട്ടേറ്റു. തൃശൂർ പുള്ളിലാണ് സംഭവമുണ്ടായത്. വെട്ടേറ്റത് ചെന്ത്രാപ്പിന്നി സ്വദേശി വിശാൽ, പുള്ളി സ്വദേശി സുഹാസ്, നാട്ടിക സ്വദേശി റോഷൻ എന്നിവർക്ക്. സെർവർ തകരാറ് മൂലം റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നിർത്തിവച്ചതിലെ ആശയക്കുഴപ്പം അവസാനിക്കുന്നില്ല. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ NICയും IT മിഷനും കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. തകരാറുകൾ പരിഹരിച്ചതായി ഇവർ അറിയിച്ചാൽ മാത്രം ഇനി മസ്റ്ററിംഗ്. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന റാലി ഇന്ന് മുംബൈയിൽ ശിവാജി പാർക്കിൽ നടക്കുന്ന റാലി ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനം കൂടിയാകും. MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ്, ശരത് പവാർ, ഉദ്ധവ് താക്കറെ തുടങ്ങിയ പ്രമുഖർ ഇതിൽ പങ്കെടുക്കും. റാലിക്ക് മുൻപായി മണിഭവനിൽ നിന്ന് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ വരെ രാഹുൽ ഗാന്ധിയുടെ പദയാത്ര. വെള്ളിയാഴ്ചത്തെ വോട്ടെടുപ്പ് വിശ്വാസികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുമെന്ന് മുസ്ലിം ലീഗ്. വെള്ളിയാഴ്ച ദിവസം വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച നടപടി വിശ്വാസികൾക്ക് അസൗകര്യമുണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം ഇക്കാര്യം അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഏപ്രിൽ 26 വെള്ളിയാഴ്ച നടത്താൻ നിശ്ചയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റി നിശ്ചയിക്കണമെന്ന് സമസ്ത. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുസ്ലിം സമുദായത്തിന് ഏറെ പുണ്യമുള്ള ജുമുഅ നിസ്കാരം നിർവഹിക്കേണ്ട ദിവസമാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും സംഘം ചേർന്ന് നിർവഹിക്കേണ്ട ആരാധനയാണ് ജുമുഅ നിസ്കാരം.
മരണം വരെയും BJPക്കൊപ്പം ഉണ്ടാകുമെന്ന് പത്മജ വേണുഗോപാൽ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. താൻ ഒരു തുടക്കമാണ്. പാർട്ടിയിലേക്ക് പലരും വരും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരെടുത്ത് പറയാതെ ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെയും ശ്രദ്ധിക്കാനും അദ്ദേഹം ആരോടാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായി അറിയാമെന്നും പത്മജ. കോഴിക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീം. തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ പ്രചാരണത്തിനായി സമയം കിട്ടും. കൂടുതൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് തേടാനാകും. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായും കോൺഗ്രസിന്റെ നയരാഹിത്യത്തിനെതിരായും ജനങ്ങൾ വിധി എഴുതുമെന്നും എളമരം. ഹരിയാനയിലെ ഓട്ടോ സ്പെയർ ഫാക്ടറിയിൽ സ്ഫോടനം. 40ഓളം പേർക്ക് പൊള്ളലേറ്റു. അപകടമുണ്ടായത് ബോയിലർ പൊട്ടി. ആളപായം ഇല്ലെന്ന് റിപ്പോർട്ടുകൾ. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക താവളത്തിന് നേരെ ആക്രമണം. 5 സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. സൈനിക പോസ്റ്റിന് സമീപം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച വാഹനം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മാൾട്ടീസ് കപ്പൽ 40 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ മോചിപ്പിച്ച നാവികസേന. കഴിഞ്ഞ ഡിസംബർ 14-ന് സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത മാൾട്ടീസ് കപ്പലാണ് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത്. 35 സൊമാലിയൻ കടൽ കൊള്ളക്കാർ കീഴടങ്ങി. IPL 17ാം സീസണിന്റെ രണ്ടാം പാദ മത്സരങ്ങൾ വിദേശത്തേക്ക് മാറ്റില്ല. ഇന്ത്യയിൽ തന്നെ മത്സരങ്ങൾ നടക്കും. വിദേശത്ത് മത്സരം നടക്കുമെന്ന വാർത്തകൾ തള്ളി BCCI സെക്രട്ടറി ജയ്ഷാ. ടൂർണമെന്റിലെ മുഴുവൻ മത്സരങ്ങളും ഇന്ത്യയിൽ തന്നെ നടക്കുമെന്ന് ജയ്ഷാ. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം തോട്ടിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി പിടിയിൽ. കൊല്ലപ്പെട്ടത് വാളൂർ കുറുങ്കുടി സ്വദേശി അനു. കവർച്ചാ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് പോലീസ്. തിരുവനന്തപുരം കാരയ്ക്കാ മണ്ഡപത്തിന് സമീപം വാഹനാപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ 3 സ്കൂട്ടറുകൾ ഇടിച്ചാണ് അപകടം. വാഹനം ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയോടി. വാഹനത്തിൽ നിന്ന് മദ്യം കണ്ടെത്തിയതായി പോലീസ്. ആ പ്രതീക്ഷകളോടുകൂടി 2024 തെരഞ്ഞെടുപ്പിന് നോക്കുമ്പോൾ കേരളത്തിലേക്ക് വരാം. ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം തന്നെ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞതൊക്കെ ഇടതുപക്ഷമാണ്. പ്രബലരെ തന്നെ ഇറക്കുകയും ചെയ്തു. ഒരു വശത്ത് ഭരണവിരുദ്ധ വികാരം, അഴിമതി ആരോപണങ്ങളുടെ വലിയൊരു വിഷയം. ഇതൊക്കെ കൊണ്ട് സജ്ജമാകാൻ കൂടുതൽ സന്നാഹം വേണം എന്ന് ഭയപ്പെടുന്നുണ്ടോ ഇടതുപക്ഷം? അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ അംഗീകരിക്കും. അതായത് കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും വായിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഇത്രയും പ്രശ്നമുള്ളൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ജനം ശീലമാക്കി കഴിഞ്ഞു. ജനത്തിനൊരു എൻ്റർടൈൻമെൻറ്റാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതിനേക്കാളും വലിയ കോൾമേർ കൊള്ളുന്ന കാൽപ്പനിക കഥകളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ചുകൂടി സജീവമായിട്ട് മാധ്യമപ്രവർത്തനത്തിലുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ഇത്രയും വലിയ ഉരുണ്ടുകൂടുന്ന, ഇപ്പോൾ നമ്മൾ കഴിക്കണ ഈത്തപ്പഴത്തിൽ പോലും സ്വർണം വരുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പിണറായി പച്ച തൊക്കുക എന്ന് പലരും പറഞ്ഞു. പക്ഷെ ജനം നേരെ തിരിച്ചല്ലേ കൂട്ടിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് കേരളം ആഗ്രഹിക്കുന്നൊരു ജനവിധി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ കമ്പോസിഷന് അനുസൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഡൽഹിയിലുണ്ടാകാൻ വേണ്ടിയാണ്. എന്നുദ്ദേശിക്കുന്നത് ഒരു മതനിരപേക്ഷ മതമൈത്രിക്ക് അനുസൃതമായിട്ടുള്ള അത് ഉറപ്പുവരുത്താൻ പറ്റുന്ന ആർക്കാണ്? അവിടെയാണ് ഞാൻ പറയണത്, ഇപ്പം മോഡി ഗ്യാരണ്ടിക്ക് ബദലായിട്ടുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ലെഫ്റ്റിൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ മോഡി ഗ്യാരണ്ടിക്ക് ബദലായി ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പ്രാക്ടിക്കലാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ 2019 എനിക്കറിയാം, എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, കോൺഗ്രസ് വോട്ട് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകട്ടെ. അന്ന് അവരുടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയൊക്കെ നല്ല സാരിയൊക്കെ കൊടുത്തൊക്കെ നിന്നപ്പോൾ അന്ന് ഒരു വോട്ട് അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മലയാള മനോരമയുടെ വലിയൊരു പടം, ഗംഗാ നദിയിലൂടെ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുക, നല്ല വർണ്ണപ്പകട്ടുള്ള സാരിയൊക്കെ ഇങ്ങനെ വിശറി പോലെ ആക്കിയിട്ട്. ഞാൻ പിന്നീട് അവിടെയുള്ള പത്രപ്രവർത്തനോട് ചോദിച്ചപ്പോൾ അവർ യാത്ര ചെയ്തതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു അവരെ കാണാൻ വേണ്ടി ഒരു പൂച്ചക്കുഞ്ഞ് പോലും നിന്നിട്ടില്ല. പക്ഷെ ഇവിടെ പത്രം വായിക്കുന്ന ആൾക്കാരുടെ ധാരണ എന്ന് വെച്ചാൽ ഈ ഗംഗാ തടം കീഴടക്കുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ അദ്ദേഹം വന്നിങ്ങനെ വിരാജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയാണത്തെയാണ് അവർ കണ്ടത്.
പക്ഷേ 2019 ഇലക്ഷൻ റിസൾട്ട്സ് വന്നു കൂടിയിട്ട് കേരളത്തിൽ അതുവരെ കെട്ടിപ്പൊക്കിയിരുന്ന ആ പറഞ്ഞ ചീട്ടുകൊട്ടാരം കൊണ്ട് താറുമാറായില്ലേ? പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ദൗർബല്യം BJPക്ക് മുതൽകൂട്ടാകും. കേരളത്തിൽ അങ്ങനെ ത്രികോണ മത്സരത്തിലേക്ക് കടക്കുന്ന പല കളങ്ങളും പല മണ്ഡലങ്ങളും ഒക്കെ വരുന്നത് അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിനെ ഏത് തരത്തിൽ ക്ഷീണിപ്പിക്കും അങ്ങനെ തോന്നുന്നില്ല? ഞാൻ ഇപ്പം പറയുന്നതെന്ന് കുറിച്ച് വെച്ചേക്കണം കേട്ടോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പല മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ട് ഈ തെരഞ്ഞെടുപ്പ് കിട്ടില്ല. എഴുതി വെച്ചു. വേണേ അപർണയായിട്ടൊരു പന്തയത്തിന് ഞാൻ തയ്യാറാണ്. സ്റ്റാർ മണ്ഡലങ്ങളിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയ വോട്ടിക്കുറി കിട്ടില്ല. എഴുതി വെച്ചു. ഇനി അതിനെക്കുള്ളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആരുടെ പേര് പറയുന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ അടുത്ത് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരൊക്കൊരു വിഷമം ഉണ്ടാക്കുന്നില്ല. പക്ഷേ അവരും കൂടി തിരിച്ചറിഞ്ഞോണം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ BJPക്ക് കിട്ടിയ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? 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 കമന്റ് പറയാത്തതിന്റെ കാരണം എന്താണ്? അല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ BJPക്ക് കിട്ടിയ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഇക്കുറി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? തൃശ്ശൂരിൽ കിടക്കാം സാധ്യതയാണ്. തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് നിർത്താൻ കഴിഞ്ഞ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രയോജനം ഇടതുപക്ഷത്തിനുണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യേകാതം പേറേണ്ടി വരുന്നത് കോൺഗ്രസിനും BJPക്കും ആയിരിക്കും. അതുകൊണ്ട് BJPയുടെ സ്റ്റാർ മണ്ഡലങ്ങളിൽ പോലും BJPക്ക് വോട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആൾക്കാർ പോകുമ്പോൾ അതുകൊണ്ട് BJPക്ക് പ്രയോജനം ഉണ്ടാവില്ല. അതിൻ്റെ പ്രത്യേകാതങ്ങൾ പേറേണ്ടി വരുന്നത് കോൺഗ്രസിനായിരിക്കും. ഈ കോൺഗ്രസിന് കേരളത്തിൽ കൃത്യമായിട്ടുള്ളൊരു നയം അല്ലെങ്കിൽ ഒരു അജണ്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനില്ല. അങ്ങനെ ഒരു പ്രിവിലേജ് കൂടി ഒരു അഡ്വാൻറ്റേജ് കൂടി CPM ഇടതുപക്ഷത്തിനും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? സോഫാർ ഇതുവരെയുള്ള ഒരു പ്രചാരണങ്ങൾ പോലും നേരത്തെ പറഞ്ഞ പോലെയുള്ള എടുത്തു വരുന്ന വിഷയങ്ങളൊക്കെ എന്താണ് എന്നുള്ളതാണ്. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. ഞാനൊരു MP ആണ്. പക്ഷെ അതിൽ നിന്ന് അല്പം വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അഭിമുഖീകരിച്ച ട്വിൻ ഇഷ്യൂസാണ്. 2 ഇരട്ട ദൗത്യമാണ്. ഒന്ന്, BJP മുന്നോട്ട് തള്ളാൻ ശ്രമിക്കുന്ന വർഗീയ അജണ്ടയെ പ്രതിരോധിക്കുക. 2, കേരളത്തെ സംരക്ഷിക്കുക. കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ പോരടിക്കുക. ഈ 2 ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലുള്ള ഒരു പ്രതിപക്ഷ MPയിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ. ഞാൻ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിലെ UDF MPമാർ പെർഫോം ചെയ്യുന്നത്? അവർ തന്നെ ഒരു ആത്മപരിശോധന നടത്തട്ടെ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യമുള്ള ഒരു മണ്ഡലമെന്ന് പറയുന്നത് വയനാടാണ്. നിങ്ങൾ പാർലമെൻറ്റിൽ ആര് എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനകത്ത് ഉണ്ടാവും, നിവേദനം കൊടുത്തുണ്ടാവും. ഒരൊറ്റ ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുക. അത് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് ഈ വന്യമൃഗ ശല്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരു കത്ത് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിക്കോ മന്ത്രിക്കോ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്തിനേറെ നമ്മുടെ നാട്ടിൽ പെറ്റുപെരുകി നമ്മുടെ നാട്ടുപന്നിയായി മാറിയ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നൊരാവശ്യം കോൺഗ്രസിൻ്റെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം. അദ്ദേഹം വയനാട് MP അല്ലേ? അവർ ഉത്തരവാദിത്തം അദ്ദേഹം അനുഷ്ഠിക്കണ്ടേ? വയനാട് അടക്കമുള്ള വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുവരെ കാണാത്ത രീതിയിലുള്ള, ഇപ്പം മൃതദേഹം വഹിച്ചു ആ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് മറ്റ് BJP അടക്കം എടുക്കുന്ന നയമാണ് എന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു നരേറ്റീവ് ഞാനത് എഗ്രി ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ വളരെ ലളിതമായിട്ട് ഈ 2 പാർട്ടികളും ചെയ്തു കൂട്ടിയിട്ടുള്ള ദുരന്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ ചിലപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങൾ ഞങ്ങളത് പറയും. ഇപ്പം എന്തായാലും ഞാനിവിടെ പറഞ്ഞല്ലോ, അത് പ്രതിരോധിക്കും സ്വാഭാവികമായിട്ടും. ഇവരാണ് പ്രതികൾ. ഞാൻ പേര് പറഞ്ഞില്ല. എന്നെ വിളിച്ചൊരു ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു, പിതാവേ, ഈ നിയമം ആരാ കൊണ്ടുവന്നു? ഈ നിയമം ഭേദഗതി ചെയ്താരാണ്? ഈ നിയമം കടുപ്പിച്ചതാരാണ്? ഈ നിയമം കൂടുതൽ കർക്കശമാകണമെന്ന് പറഞ്ഞ് വാദിച്ചതാരാണ്? ആരാണ് കസ്തൂരി രംഗം കൊണ്ടുവന്നത്? ആരാണ് വന്യമൃഗ സങ്കേതങ്ങളിൽ നിന്ന് നിങ്ങൾ മാറണമെന്നും ആവശ്യപ്പെട്ടതാരാണ്? കോൺഗ്രസ്സുകാർ. കോൺഗ്രസിൻ്റെ നേതാവ്, AICC ജനറൽ സെക്രട്ടറി, കമ്മ്യൂണിക്കേഷൻ സെൻട്രൽ സെക്രട്ടറി ജയറാം രമേശ്. ഈ നിയമം മാറ്റില്ല എന്ന് പറഞ്ഞ് ചടിക്കുന്ന ആരാണ്? BJPക്കാർ. നിങ്ങൾക്ക് അവരോടൊന്നും പരാതിയില്ലെന്ന് ഞാൻ ചോദിച്ചല്ലോ. കേരള ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് വരുന്നു. മാധ്യമങ്ങൾ
എന്ത് റോളാണ് ചെയ്യുന്നത്? വിമർശനമായിരിക്കും ഉണ്ടാകുക എന്നറിയാം, എങ്കിലും മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്ത് റോൾ? എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, കേരളത്തിന് വെളിയിൽ മാധ്യമപ്രവർത്തനം അസ്തമിച്ചിരിക്കുന്നു. ഒരു റീസണബിളായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അനുഭവിക്കാത്ത ഒരു മേഖലയായിട്ട് കേരളത്തിന് വെളിയിലെ മാധ്യമപ്രവർത്തനം മാറിയെന്ന് മാധ്യമരംഗത്തുള്ളവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ആ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ആ അമിതമായ സ്വാതന്ത്ര്യം അവരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കരുത് എന്ന് മാത്രമാണ് എനിക്കുള്ളൊരു അഭ്യർത്ഥന. അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷെ വാർത്തകൾ തമസ്കരിക്കുന്നുണ്ടോ? നമ്മൾ വാർത്ത തമസ്കരണത്തെക്കാളും പ്രധാനമുണ്ടല്ലോ, വാർത്തയുടെ സെലക്ഷനാണ് പ്രധാനം. നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ്, നമ്മളെല്ലാവരും ഓരോ പണി ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ഒരു വാർത്തയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, സിദ്ധാർത്ഥ് എന്നുള്ള ഒരു വ്യക്തിയുടെ, ഒരു ചെറുപ്പക്കാരൻ്റെ ദാരുണമായിട്ടുള്ള മരണം, എല്ലാവരും തൂക്കിലേറ്റണമെന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ അതിലിപ്പോൾ. പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആദ്യത്തെയും അവസാനത്തെയും മരണം അല്ലെങ്കിൽ കൊലപാതകം സിദ്ധാർത്ഥിൻ്റെ ആയിരുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്താണ്? ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലെ പ്രസിദ്ധീകരിച്ച ഇല്ലസ്ട്രേഷൻ പോലും കൊടുത്ത ആൾക്കാർ എന്തായിരുന്നു? തൊട്ട് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിലെ പ്രതികളായിട്ടുള്ള KSU യൂത്ത് കോൺഗ്രസ് ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്യുന്ന പ്രസ്താവനകൾ പോലും കോൺഗ്രസ് നേതാക്കൾ പുറപ്പെടുവിച്ചിട്ടും എങ്ങനെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അത് പ്രതികരിച്ചത്? ഞാനിപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, കേരളത്തിന് വെളിയിൽ കോൺഗ്രസ് അകപ്പെട്ട ആ ചുഴിയെ മറയ്ക്കാൻ വേണ്ടി, കോൺഗ്രസിനൊരു കവചം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതായത് കോൺഗ്രസിനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്പാൻ പറ്റില്ല, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള ഒരു പ്രവണത മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ വീശിയടിക്കുമ്പോൾ അതിനെ മറയിട്ടിട്ട് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടൊക്കെ കോൺഗ്രസിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ അത് ഒറ്റപ്പെട്ട സംഭവമല്ല, അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. പക്ഷേ SFIയെ സംബന്ധിച്ചിടത്തോളം SFI നടത്തുന്ന ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു മനോഭാവം, ഒരു സ്വേച്ഛാധിപത്യപരമായിട്ട് മറ്റ് സംഘടനകൾക്ക് സ്പേസ് കൊടുക്കാത്ത രീതിയിൽ SFI ക്യാമ്പസുകളിൽ പ്രവർത്തനം നടത്തുന്ന ആരോപണം സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മാത്രം വന്നതല്ല, അതല്ലാതെ ഉയർന്നു. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു മരണമായിട്ടാണ് എനിക്ക് എൻ്റെ മനസ്സാക്ഷി കൊടുത്തു വിളിച്ചിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എത്രയോ നിഷ്ഠൂരമായ റാഗിങ്ങുകളെ പ്രതിരോധിച്ചില്ലാതാക്കിയൊരു സംഘടനയാണ് SFI. ഒരു കണക്കിന് കേരളത്തിൽ നടക്കേണ്ടിയിരുന്ന ഒരുപാട് അതിക്രമങ്ങളെ പ്രതിരോധിച്ചൊരു സംഘടനയാണ് SFI. ചരിത്രം നിഷേധിക്കുന്നില്ല, പക്ഷെ ഇപ്പോൾ അത് പരിശോധിക്കണം. എന്ന കാരണത്തിൽ SFIക്കാർ പരിശോധിക്കണം എന്നുള്ള കാര്യം തർക്കമില്ല. എന്നുവെച്ചാൽ ഇത് വലിയൊരു ആത്മപരിശോധനയുടെ ഒരു സംഭവമാണ്. SFIക്കാർ അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ആ സംഘടന ഇല്ലാതായാൽ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് എനിക്ക് നല്ല കാഴ്ചപ്പാടാണ്. ഞാനിപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരു സംഘടനയാണ് SFI. ഞാൻ ഈ കേരളം കഴിഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ പോയിട്ട് പല ക്യാമ്പസുകളും കണ്ടു. അവിടെയൊക്കെ SFI ഒന്നും ഇല്ല. ആ ക്യാമ്പസുകളിലൊക്കെ ജാതി മത ശക്തികൾ ഇങ്ങനെ അടക്കി വാഴുകയാണ്. അവിടെയൊക്കെ ചില ഷർട്ട് കമ്പനിയുടെ പേരിലൊക്കെ സംഘടനയുണ്ട്. അവിടെ വലിയ പണമുള്ള വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് മാത്രമേ അവിടെ ഹോസ്റ്റലിൽ റൂം കിട്ടുള്ളൂ. നിർധനരായിട്ടുള്ള ദളിത് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അവിടെയുള്ള ഹോസ്റ്റലുകളുടെ മൂലയിലാണ് പൊട്ടിപ്പൊളിഞ്ഞ മുറിയാണ് കൊടുക്കുക. അതൊന്നും കേരളത്തിലില്ല. കേരളത്തിലെ ക്യാമ്പസുകളെ യഥാർത്ഥത്തിൽ ജനാധിപത്യവൽക്കരിച്ച് ആടാൻ കഴിവുള്ളവർക്ക് ആടാനും പാടാൻ കഴിവുള്ളവർക്ക് പാടാനും പഠിക്കാൻ കഴിവുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയൊരു സംഘടനയാണ് SFI. അതിൻ്റെ ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഞാൻ, അതിൻ്റെ ഗുണഭോക്താവാണ്. അതുകൊണ്ട് ഞാൻ ആ സംഘടനയുടെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസക്തിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അതേസമയം തന്നെ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പക്ഷേ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഈ സംഘടന കണ്ട് ഇല്ലാതാക്കാം എന്ന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. നവമാധ്യമങ്ങളിൽ കൂടെ ഒന്ന് കടന്നുകൊണ്ട് മെറ്റ അടക്കം ബയസ്ഡ് ആണെന്ന് അത്രയും ആരോപണങ്ങൾ ഉയരുന്ന ഒരു സമയം, അങ്ങനെ വിലയിരുത്തപ്പെടുന്ന ഒരു സമയമാണ്. വലിയ രീതിയിൽ കുട്ടിഘോഷിച്ചതാണ് സമൂഹ മാധ്യമങ്ങളിലെ ഓഡിറ്റിങ്, അവിടുത്തെ സ്പേസും ഒക്കെ. അതിന് ഇനി സാധ്യതയുണ്ടോ? അതിലിനി വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് വലിയ ആശങ്കയുണ്ട്. എന്താ കാരണം ഞാൻ ഈ മേഖല കുറച്ച് പഠിക്കുകയും ആ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞത് ഞാൻ IT സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ഈ ബിഗ് ടെക് കമ്പനികളുടെ പ്രവർത്തനം കാണുമ്പോൾ പലപ്പോഴും
അത് ഗുണത്തേക്കാളേറെ ദോഷമാണെന്ന് മനസ്സിലാക്കുന്നതാണ്. പലപ്പോഴും പല രാജ്യങ്ങളിൽ ജനാധിപത്യം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കമ്പനികൾ ശ്രമിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സംഭവങ്ങൾ ഞാൻ പലയിടത്തും സംസാരിച്ചതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ മനസ്സിലാക്കാതെ പോയി. അതായത് ഒരു വ്യാജമായിട്ടുള്ളൊരു ഇൻറ്റിമസി വേണമെങ്കിൽ ഒരു ഡിക്റ്റേറ്റർക്ക് സൃഷ്ടിക്കാൻ പറ്റും ഈ കമ്പനികളിലെ ആധിപത്യം കൊണ്ട്. ഒരു ഡിക്റ്റേറ്റർ വന്നു കഴിഞ്ഞാൽ ആ ഡിക്റ്റേറ്റർക്ക് അടിപ്പെടുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ ഗുണഭോക്താക്കളെയും സബ്സ്ക്രൈബേഴ്സിനെയും മാറ്റാൻ പറ്റുന്ന ഒരു ശേഷി, ശക്തി ഈ AI പോലുള്ള സങ്കേതങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടെ നിൽക്കേണ്ടതാണ്. ഒരുപക്ഷെ ജനാധിപത്യ സമ്പ്രദായങ്ങളെ റാഞ്ചിയെടുക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന നവമാധ്യമങ്ങളുടെ സങ്കേതങ്ങൾ വേണമെങ്കിൽ സൃഷ്ടിക്കും. അതേ നവമാധ്യമങ്ങൾ, കേരളത്തിലെ നവമാധ്യമങ്ങളിലാണ് ഓടിച്ചു നടത്തി മാധ്യമപ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കുന്നത്. അതിൽ ഇടതുപക്ഷ സൈബർ ബെൽറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. അതൊക്കെ ഒരു തമാശ എടുത്താൽ മതി. നമ്മൾക്കിപ്പോൾ ആരോ പറഞ്ഞാൽ എനിക്കിപ്പോൾ അതൊക്കെ ഇപ്പം എന്നെയൊക്കെ എത്ര പേര് ട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അപർണേനെയൊക്കെ ആരെങ്കിലും ഇപ്പം മാപ്രാന്ന് വിളിച്ച് ഞാനൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എടുക്കുക. എന്തായാലും ഈ മാധ്യമ പ്രവർത്തകരുടെ ഷോർട്ട് ഫോം അല്ലേ അത്. സൊലെ, സ്വന്തം ലേഖകൻ. പണ്ട് സിനിമയിലൊക്കെ സൊലെ എന്ന് പറഞ്ഞൊരു ട്രോളായിരുന്നു. സൊല വരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ലേഖൻ്റെ ഇതായിരുന്നു അല്ലേ. അപ്പം അതുപോലൊരു രസകരമായി എടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, പഴയ പോലെയല്ല. ഇന്ന് എല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, എല്ലാവരും വെളിച്ചപ്പാടുകളാണ്, എല്ലാവരുടെ കയ്യിലും വാളുണ്ട്, ഫോൺ ഉണ്ടെങ്കിൽ എല്ലാവരും. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരും സൂക്ഷിക്കണം. അവരുടെ ഓരോ ചെയ്തികളും ഓരോ വാക്കുകളും പ്രവൃത്തികളും 100% നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു. അതുകൊണ്ട് ഈ മാപ്ര എന്നുള്ള വിളിയെ ഇപ്പം ഞാനൊന്നും ആരെയും വിളിക്കാറില്ല മാപ്ര. പക്ഷേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലും എടുക്കണമെന്നുണ്ട് അഭിപ്രായം. ഒരു ട്രോളല്ലേ, ചെറിയ നിരുപദ്രകരമായൊരു ട്രോളല്ലേ. അത് നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഞാൻ മാപ്രയെന്നങ്ങ് പറഞ്ഞാൽ പ്രശ്നം തോന്നും. അങ്ങനെ പറയണടക്കി ഞാൻ അപർണ മാപ്ര സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര രസമായിട്ട് എടുക്കും. ട്രൈ ചെയ്ത് നോക്കത്. മാധ്യമപ്രവർത്തകർക്ക് എന്തായാലും അതൊരു പ്രോത്സാഹനജനകമായിരിക്കും. രാജ്യസഭയിൽ ഇനിയും തീപ്പൊരി പ്രസംഗങ്ങളും ഇടപെടലുകളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ടാറ്റ.